ഹലോ ആസ്പിരൻസ്. അപ്പോൾ ലെക്ചറിങ് പോളിയുടെ എക്സാം ഡേറ്റ് ഒക്കെ അടുത്ത് വന്നു അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനിലായിരിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണാം. എ മെമ്മറി ചിപ്പ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് 4 KB. Then how many address lines are required to address the same? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യും? ആൻഡ് ഫൈനൽ റിസൾട്ടൊക്കെ എങ്ങനെ എത്തും? നമ്മുടെ ഈ ഒരു ചെറിയ സെഷൻ അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ വെൽക്കം ടു സൈലം ടെക്നിക്കൽ എക്സാംസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും കോൺസെപ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് 8 node 85 മൈക്രോ പ്രോസസ്സർ, 8 node 86 മൈക്രോ പ്രോസസ്സർ ആൻഡ് 8 node 386 മൈക്രോ പ്രോസസ്സർ. ഈ മൈക്രോ പ്രോസസ്സേഴ്സിനെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, എന്തായാലും പരിചയം ഉണ്ടാവും, കാരണം ബിടെക് ടൈമിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ 8 node 85 മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു 8-bit മൈക്രോ പ്രോസസ്സറാണ്. അതുപോലെ 8 node 86 മൈക്രോ പ്രോസസ്സർ ഒരു 16-bit മൈക്രോ പ്രോസസ്സറാണ്. 8 node 386 ഒരു 32-bit മൈക്രോ പ്രോസസ്സറാണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? എന്താ മീനിങ്? ഡേറ്റ സൈസാണ്, മനസ്സിലായി. എന്താണ് അതിൻ്റെ ഒരു മീനിങ്? എന്താ? ഒരു 8 node 85 മൈക്രോ പ്രോസസ്സർ 8-bit മൈക്രോ പ്രോസസ്സർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? പ്രത്യേകിച്ചൊന്നുമില്ല. അറ്റ് എ ടൈം 8 bit ഓഫ് ഡാറ്റ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അറ്റ് എ ടൈം 8 bit ഓഫ് ഡാറ്റ, അത്രയും ഡാറ്റ സൈസ് ഉള്ള ഒരു ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാൻ ആർക്ക് പറ്റും? 8 node 85-ന് പറ്റും. അപ്പോൾ അതിന് മുകളിലുള്ളതാണ് 8 node 86, ഒരു എൻഹാൻസ്ഡ് വേർഷൻ ആണ്. അതുപോലെ 8 node 386 അതിലും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. സോ അതിലേക്കൊക്കെ വരുമ്പോൾ ഡാറ്റ സൈസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു 8 node 85-ന് 8 bit ഓഫ് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ 8 node 86 ആണെന്നുണ്ടെങ്കിൽ 16 bit ഓഫ് ഡാറ്റേനെയാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. അതിനർത്ഥം അതിന് 16 bit ഡാറ്റ മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ എന്നാണോ? അതാണോ? അല്ല. എന്താണ്? മാക്സിമം 16 bit ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിന് 8 bit ഡാറ്റയും എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് ചെയ്യാൻ പറ്റും. 386-ലേക്ക് വരുമ്പോൾ അതിന് 32 bit പ്രോസസ്സ് ചെയ്യാം, 16 bit പ്രോസസ്സ് ചെയ്യാം, 8 bit പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡേറ്റ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രോസസ്സിങ് സ്പീഡും കൂടും. കാരണം ഒന്ന് നോക്കിയേ, 8 bit ഓഫ് ഡാറ്റ, അതായത് 1 byte അല്ലേ? 8 bit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 byte ഡാറ്റ അല്ലേ? അല്ലേ? ആണല്ലേ. 16 bit 2 byte ഡാറ്റ, ഒരു വേർഡ് എന്നൊക്കെ അതിനെ പറയും. ഓക്കെ, അപ്പോൾ 1 byte ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയം കൊണ്ട് 86 2 byte ഡാറ്റ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, ഇനി 386-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് 4 byte ഡാറ്റ പ്രോസസ്സ് ചെയ്യും അല്ലേ? 32 bit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 byte ആണ് അല്ലേ? അപ്പം അത്രയും ഡാറ്റ പ്രോസസ്സ് ചെയ്യും. സോ ടൈം എന്തായാലും കുറയും അല്ലേ? പ്രോസസ്സിങ് ടൈം കുറയും. അപ്പം സ്പീഡ് ആർക്കായിരിക്കും കൂടുതൽ? ഡാറ്റ സൈസ് കൂടുതലുള്ള ആൾക്കായിരിക്കും പ്രോസസ്സിങ് സ്പീഡ് കൂടുക. ഓക്കെ, അപ്പോൾ 8 bit മൈക്രോ പ്രോസസ്സർ ആയിട്ടുള്ള 8 node 85 മൈക്രോ പ്രോസസ്സർ, ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നതിന് പകരം മ്യൂപി എന്ന് പറയാം. മ്യൂപി മൈക്രോ പ്രോസസ്സർ തന്നെയാണ് മ്യൂപി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 8 bit മൈക്രോ പ്രോസസ്സർ ഉണ്ടല്ലോ 85, അപ്പോൾ അതിൻ്റെ ഡാറ്റ ബസ്, എന്താ ഈ ബസ്? ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ്, വയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിനെയാണ് എന്തെന്ന് പറയുക? ബസ് എന്ന് പറയാം. അപ്പോൾ ഈ 8 node 85 മൈക്രോ പ്രോസസ്സറിൻ്റെ ഡാറ്റ ബസ് എന്ന് പറയുന്നത് 8 bit ആയിരിക്കും. 86-ലേക്ക് വരുമ്പോൾ ഡാറ്റ ബസ് എത്ര ബിറ്റ് ആയിരിക്കും? 16 bit. 386-ലേക്ക് വരുമ്പോഴോ 32 bit. അപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സർ n bit ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? അതിൻ്റെ ഡാറ്റ ബസ് n bit ആയിരിക്കും. ഡാറ്റ ബസ് n bit ആയിരിക്കും. അതുപോലെ തന്നെ അറ്റ് എ ടൈം n bit ഓഫ് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാൻ ആ മൈക്രോ പ്രോസസ്സറിന് എന്ത് ചെയ്യും? കഴിയും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് n bit മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം,
പ്രോസസ്സിംഗ് സ്പീഡ് കൂടും. എപ്പോൾ? ഡേറ്റ സൈസ് കൂടിക്കഴിഞ്ഞാൽ. അത്രയും ഡാറ്റേനെ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റല്ലേ. അപ്പം എന്തായാലും പ്രോസസ്സിംഗ് സ്പീഡ് കൂടും. ഓക്കെ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഡാറ്റ ബസ്സിൻ്റെ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് 8085 മൈക്രോ പ്രോസസ്സർ ഹാസ് 16-bit അഡ്രസ് ബസ്. 16-bit അഡ്രസ് ബസ്. 86ഓ? 86 ഹാസ് 20-bit അഡ്രസ് ബസ്. എന്താ ഈ അഡ്രസ് ബസ്? ഡേറ്റ ബസ് മനസ്സിലാക്കി. അഡ്രസ് ബസ് എന്താ? അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ അതും വയേഴ്സ് തന്നെയാണ്. ഓക്കെ, ഒരുപാട് വയേഴ്സ് കൂടിയിട്ടുള്ള ആ ഒരു വയേഴ്സിൻ്റെ ആ ഒരു കൂട്ടത്തിനെയാണ് ബസ് എന്ന് പറയാം. ഓരോ വയറും 1 ബിറ്റ് ഡാറ്റ. 1 ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1 അല്ലേ? അപ്പോൾ 1 ബിറ്റ് ഡാറ്റ മാത്രമേ ആര് ക്യാരി ചെയ്യുള്ളൂ? ഒരു വയർ ക്യാരി ചെയ്യുള്ളൂ. അപ്പോൾ 8 ബിറ്റ് ഡാറ്റ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 വയേഴ്സ് വേണം. മനസ്സിലായോ? 8 വയേഴ്സ് വേണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ബസ് ഏതാ? അഡ്രസ് ബസ്സാണ്. ഏതാണ്? അഡ്രസ് ബസ്സാണ്. അപ്പം എന്താ ഈ അഡ്രസ് ബസ്? എന്തിനാണ് ഈ അഡ്രസ് ബസ്? എന്തിനാണ് അഡ്രസ് ബസ്? നമ്മുടെ മൈക്രോ പ്രോസസ്സർ അത് 8085 ആയിക്കോട്ടെ, 86 ആയിക്കോട്ടെ, 386 ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളായി മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് ഉണ്ടാവുക? അതിനകത്ത് ALU ഉണ്ടാവും. ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ALU എന്തിനാണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ, ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ. അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. രജിസ്റ്റേഴ്സ് എന്തിനാ? ടെമ്പററി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. അതായത് ഇപ്പം നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സ് ആദ്യം സ്റ്റോർ ചെയ്യണം, ദെൻ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ ഒരു ടെമ്പററി, ആ ഒരു ഓപ്പറേഷൻ തീരുന്നത് വരെ മാത്രം സ്റ്റോർ ചെയ്യാൻ, അതാണ് ടെമ്പററി സ്റ്റോറേജ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എന്ത്? രജിസ്റ്റേഴ്സ് ഉള്ളത്. ഓക്കെ ആണല്ലോ? പിന്നെ ഏതൊരു മെമ്മറി ആയിക്കോട്ടെ, ഏതൊരു മൈക്രോ പ്രോസസ്സർ ആയിക്കോട്ടെ, അതിനോട് അനുബന്ധിച്ച് എന്തുണ്ടാവും? മെമ്മറി യൂണിറ്റ് ഉണ്ടാവും അല്ലേ? നിർബന്ധമല്ലേ മെമ്മറി യൂണിറ്റ്? ആണ്. കാരണം മെമ്മറി എന്തിനാ? ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ്. ഡേറ്റ മാത്രം സ്റ്റോർ ചെയ്താൽ മതിയോ? പോരാ. പിന്നെ എന്ത് സ്റ്റോർ ചെയ്യണം? പ്രോഗ്രാം സ്റ്റോർ ചെയ്യണം. പ്രോഗ്രാം അല്ലേ? പ്രോഗ്രാമും എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. കാരണം നമ്മുടെ മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് എന്തില്ല? മെമ്മറി യൂണിറ്റ് ഇല്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി യൂണിറ്റ് വേണം. അതെവിടെയായിരിക്കും? മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്താണോ പുറത്താണോ? പുറത്തായിരിക്കും. ഓക്കെ, പുറത്തായിരിക്കും മെമ്മറി യൂണിറ്റ്. അത് നമ്മുടെ റീഡ് റൈറ്റ് മെമ്മറിയാണ്. റാം എന്നൊക്കെ പറയൂലേ, അത് തന്നെയാണ് ഈ മെമ്മറി യൂണിറ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഒരു മൈക്രോ പ്രോസസ്സർ കാണിച്ചിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു മെമ്മറിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെമ്മറിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ലൊക്കേഷൻസ് കാണാം. ഇതാ ഓരോ ലൊക്കേഷൻസ് 1, 2, 3, 4 ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലൊക്കേഷൻസ് കാണാം. എത്ര ലൊക്കേഷൻ ഉണ്ടാവും? ആ ഒരു മെമ്മറിയിൽ എത്ര ലൊക്കേഷൻ ഉണ്ടാവും? അതാ മെമ്മറീൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. മെമ്മറീൻ്റെ സൈസ് എത്രയാണോ അത്രയും ലൊക്കേഷൻ എവിടെ ഉണ്ടാവും? ഈ മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. അഡീഷനോ സബ്ട്രാക്ഷനോ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടും. ഈ റിസൾട്ട് എനിക്ക് എവിടെ സ്റ്റോർ ചെയ്യണം? മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ ആണോ? മെമ്മറിയിൽ എന്ത് ചെയ്ത് വെക്കണം? സ്റ്റോർ ചെയ്ത് വെക്കണം. എന്ത് ചെയ്യണം? മെമ്മറി ഉണ്ടല്ലോ, സ്റ്റോർ ചെയ്താൽ പോരെ? മതി, സ്റ്റോർ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്യണത്. ഇപ്പം എൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് 42H ആണ്. H എന്ന് ഉദ്ദേശിച്ചത് ഹെക്സാഡെസിമൽ. നമ്മുടെ മൈക്രോ പ്രോസസ്സർ ഡീൽ ചെയ്യുന്നത് ഹെക്സാഡെസിമൽ നമ്പേഴ്സിനെയാണ്. ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പേഴ്സിനെയാണ്. ഹെക്സാഡെസിമൽ നമ്പർ എന്താണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും? എന്താണ്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും അതുപോലെ A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും, ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സും ചേർന്നതാണ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം. അതിൽ ടോട്ടൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും? 16 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക.
ഓക്കെ, 16 ഡിജിറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് എത്രയാണ്? ബേസ് 16 ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഇലക്ട്രോണിക്സ് പഠിക്കുന്ന എല്ലാവർക്കും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ ഞാൻ എൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്തു. ദാറ്റ് ഇസ് 42H. 42H. H എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ. ഓക്കെ, ഈ 42 എന്ന് പറയുന്നത് എത്ര ബിറ്റ് ഡാറ്റയാണ്? ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ബിറ്റ് ആയിരിക്കും? എത്ര ബിറ്റ് ആയിരിക്കും? സിമ്പിൾ അല്ലേ? കാരണം ഹെക്സാഡെസിമലിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഡിജിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 ബിറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ 42H എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ്സ് ഉണ്ടാവും. അതുപോലെ ഈ 4 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടും 4 ബിറ്റ്സ് ഉണ്ടാവും. ടോട്ടൽ 4 + 4 8 ബിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം. 42H എന്നല്ലേ പറഞ്ഞത്? അപ്പം ലാസ്റ്റ് 2 ആണ്. ഈ 2നെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 0010. 0010 4 ബിറ്റ്. ദെൻ ഈ 4നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0100 0100 ഇതാണ് 4. സോ 42H എന്ന് പറയുന്ന ഈ ഹെക്സാഡെസിമൽ നമ്പറാണ് ബൈനറിയിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ബിറ്റ് ഉണ്ടാവും? 8 ബിറ്റ് അഥവാ 1 ബൈറ്റ്. സോ ഒരു 1 ബൈറ്റ് ഡാറ്റയാണ് ഞാൻ ഈ മെമ്മറിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഞാൻ സ്റ്റോർ ചെയ്തു. ഇനി ഒരു സമയത്ത് എനിക്കതിനെ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. തിരിച്ച് മൈക്രോ പ്രോസസ്സറിലേക്ക് തന്നെ കിട്ടണം. എന്ത് ചെയ്യും? എങ്ങനെ റീഡ് ചെയ്യാം? ഇതിപ്പോൾ മെമ്മറി നോക്കുകയാണെങ്കിൽ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്. ഈ ലൊക്കേഷനിൽ എവിടെയോ ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ള സമയത്ത് എനിക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ ലൊക്കേഷനും യുണീക്കായിട്ടുള്ള ഒരു നമ്പർ വേണം, ഒരു ഐഡൻറ്റിറ്റി വേണം. ആ ഐഡൻറ്റിറ്റിയാണ് എന്ത് നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മറിയിലുള്ള ഓരോ ലൊക്കേഷനും എന്ത് വേണം? അഡ്രസ്സ് വേണം. അപ്പോൾ പിന്നെ സിമ്പിളാണ്. മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്താൽ മതി? ഇന്ന ലൊക്കേഷൻ, ഇന്ന അഡ്രസ്സിലുള്ള ലൊക്കേഷനിൽ ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മതി. സിമ്പിളാവും അല്ലേ? അപ്പോൾ ഈ മെമ്മറിയിൽ ഓരോ ലൊക്കേഷനും നമുക്ക് എന്തുണ്ടാവും എന്നാ പറഞ്ഞ്? അഡ്രസ്സ് ഉണ്ടാവും. ഞാനൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. 0000. ഇത് എത്ര ബിറ്റ് അഡ്രസ്സാ? എത്ര ബിറ്റാ? ഹെക്സാഡെസിമൽ നമ്പറാണ് ഞാനിപ്പോൾ എഴുതിയത്. അപ്പോൾ ഇത് എത്ര ബിറ്റ് ഉണ്ടാവും? 4 + 4 + 4 + 4 ടോട്ടൽ 16 ബിറ്റ് ഉണ്ടാവും. ഞാൻ ചുമ്മാ അങ്ങ് എഴുതിയതേ ഉള്ളൂ. 16 ബിറ്റ് അഡ്രസ്സുള്ള ഒരു മെമ്മറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അഡ്രസ്സ് നമ്മൾ എഴുതി 0000. അടുത്ത അഡ്രസ്സ് എന്തായിരിക്കും? 0001. അടുത്തതോ 0002. അടുത്തത് 0003. അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ പോകും. ഏതുവരെ പോകും അഡ്രസ്സ്? എഫ് 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 എഫ്. ലാസ്റ്റ് ഡിജിറ്റാണ് എഫ് എന്ന് പറയുന്നത്. ഹെക്സാഡെസിമലിലെ ഏറ്റവും വലിയ ഡിജിറ്റാണ് എന്ത്? എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബിറ്റും എഫ് ആകുന്നത് വരെ 0000 മുതൽ FFFF വരെ എന്തു പോകും? അഡ്രസ്സ് പോകും. അപ്പോൾ യുണീക്കാണ് അഡ്രസ്സ്. 2 ലൊക്കേഷന് സെയിം അഡ്രസ്സ് ഒരിക്കലും വരില്ല. സോ നമുക്ക് ആക്സസ് ചെയ്യാൻ എന്താണ്? സിമ്പിളാണ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറീനെ എന്ത് ചെയ്യുക? അഡ്രസ്സ് ചെയ്യുക. ഇപ്പോൾ ഇത് 16 ബിറ്റ് അഡ്രസ്സാണ്. ഇനി 20 ബിറ്റ് അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ 8086 മൈക്രോ പ്രോസസ്സർ 20 ബിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 20 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഡിജിറ്റ്സ് വരും? ഹെക്സാഡെസിമലിൽ എത്ര ഡിജിറ്റ്സ് വരും? 5 ഡിജിറ്റ്സ് വരും അല്ലേ? 5 എണ്ണം വരൂല്ലേ? വരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഏതിൻ്റെതാണ്? 85ൻ്റെതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറിയിലുള്ള ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യുക. ഓക്കെ അല്ലേ?
മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം, എത്ര ലൊക്കേഷൻസ് ഉണ്ടാവും അതിൽ? സ്റ്റാർട്ടിങ് അഡ്രസ്സും കിട്ടി, എൻഡിങ് അഡ്രസ്സും നമുക്ക് കിട്ടി. പക്ഷേ എത്ര ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും? എണ്ണി നോക്കാൻ പറ്റുമോ? ഇതിലിപ്പോൾ കാണിച്ചിട്ടുള്ളത് കുറച്ച് മാത്രമാണ്. ഇതാ ഇവിടെ കണ്ടോ, ഈ ലൈൻസ് ഇട്ടിട്ടുള്ളത് കുറേ ലൊക്കേഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണി നോക്കിയിട്ട് കാര്യമല്ല. അപ്പോൾ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കിയാലോ? ഓക്കെ. അപ്പോൾ അതിന് ചെറിയ ബിറ്റുള്ള അഡ്രസ് ലൈൻസ് ആണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യണത്. ഇങ്ങനെ മൈക്രോ പ്രോസസറിന് ഇല്ല, ഇങ്ങനെയുള്ള മൈക്രോ പ്രോസസർ ഇല്ല. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് 1 ബിറ്റാണ് അതിൻ്റെ അഡ്രസ് ലൈൻ. അപ്പോൾ ഒരേ ഒരു ലൈനേ ഉള്ളൂ. ഒരേ ഒരു ലൈനാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒന്നുമില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഈ 2 ഡിജിറ്റ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 0 അല്ലെങ്കിൽ 1, 2 നമ്പേഴ്സ് മാത്രമേ നമുക്ക് 2 ബിറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എത്ര ലൊക്കേഷൻസിനെ ഇതിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? 2 ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാം. ഫസ്റ്റ് ലൊക്കേഷൻ 0, സെക്കൻഡ് ലൊക്കേഷൻ 1, 2 ലൊക്കേഷൻസിനെ മാത്രമല്ലേ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ? അതെ അല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ അഡ്രസ് ബസ് 2 ബിറ്റ് ആണെന്ന് വിചാരിക്കാം. 2 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 00 അല്ലെങ്കിൽ 01, 10, 11 ഇങ്ങനെ 4 പോസിബിലിറ്റി ഉണ്ട് അല്ലേ? 2 ലൈൻസ് ഉണ്ട്. സോ ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. 4 അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇതിന് 4 ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും. 2 ബിറ്റ് അഡ്രസ് ലൈനിന് എന്ത് ചെയ്യുക? അഡ്രസ് ബസ്സിന് 4 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. 00, 01, 10, 11 അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി 3 ബിറ്റ് ആണെങ്കിലോ? 3 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ കാണാം. 000, 001, 010, 011, 100, 101, 110, 111 എല്ലാം ഡിഫറെൻ്റ് അല്ലേ? ഇനി ഏതെങ്കിലും കഴിയുമോ? ഇനി ഏതും കഴിയൂല. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? 000, 001 അങ്ങനെ തുടങ്ങി എവിടെ വരെ? 111. ഇവിടെ ഞാനിപ്പോൾ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത് ബൈനറിയിലാണ്. നേരത്തെ എഴുതിയതോ അത് ഹെക്സാഡെസിമലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബൈനറിയിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിൽ നിന്ന് 1 ബിറ്റാണ് അഡ്രസ് ബസ് എന്നുണ്ടെങ്കിൽ എത്ര ലൊക്കേഷൻ ഉണ്ടാവും മെമ്മറിയിൽ? എത്ര ലൊക്കേഷൻ മെമ്മറിയിൽ ഉണ്ടാവും? 2 ലൊക്കേഷൻ. 2 ബിറ്റ് ആണെങ്കിലോ 4 ലൊക്കേഷൻ. 3 ബിറ്റ് ആണെങ്കിലോ 8 ലൊക്കേഷൻസ്. എത്രയുണ്ടാവും? 8 ലൊക്കേഷൻസ് അല്ലേ? ഇതിനെ നമുക്ക് 2 to the power 1 എഴുതിക്കൂടെ? എഴുതാം. ഇതിനെ 2 to the power 2 എഴുതിക്കൂടെ? അതും എഴുതാം. ഇതിനെയോ 2 to the power 3 എഴുതിക്കൂടെ? അതും എഴുതാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഈ 1, 2, 3 ഇതെന്താ സംഭവം? ഇതെന്താ? നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് അല്ലേ ഈ കാണിച്ചിട്ടുള്ളത്? അല്ലേ? ഇത് നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് അല്ലേ? അതെ അല്ലേ? അപ്പോൾ കണ്ടോ, 3 ബിറ്റ് ഇവിടെ എഴുതിയിരിക്കുന്ന പവർ 2ൻ്റെ പവർ എത്രയാ? 3 ആണ്. അപ്പോൾ നമ്മുടെ അഡ്രസ് ബസ്സിൻ്റെ സൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി എത്ര ലൊക്കേഷൻ ഉണ്ടാവും, മെമ്മറിയിൽ എത്ര ലൊക്കേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 2 to the power അഡ്രസ് ബസ്സിൻ്റെ സൈസ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ n ബിറ്റ് ആണ് നമ്മുടെ അഡ്രസ് ലൈൻ അല്ലെങ്കിൽ അഡ്രസ് ബസ് എന്നുണ്ടെങ്കിൽ, n ബിറ്റ് അഡ്രസ് ബസ് ആണെങ്കിൽ
മെമ്മറീൻ്റെ സൈസ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ എത്ര ഉണ്ടാവും? 2n ലൊക്കേഷൻസ് ഉണ്ടാവും. എവിടെ? മെമ്മറിയിൽ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെമ്മറിയിൽ, ഈ കാണിച്ചിട്ടുള്ള ഈ മെമ്മറിയിൽ എത്ര ലൊക്കേഷൻസ് ഉണ്ടാവും? എത്ര ഉണ്ടാവും? 2 എത്രയാ? 16. കാരണം എന്താ? അഡ്രസ് ബസ് 16 ബിറ്റാണ്. 2 ലൊക്കേഷൻസ് ഉണ്ടാവും. അത്രയും ഡിഫറെൻറ്റ് അഡ്രസ് ഇതിന് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. ഇതെത്രയാ? 2 എന്ന് പറഞ്ഞാൽ എത്രയാ? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 2 നമുക്ക് 2 ഇൻറ്റു 2 എഴുതാം. എഴുതാലോ? ബേസിക് മാത്തമാറ്റിക്സ് അല്ലേ? ഓക്കെ. ഈ 2 ഉണ്ടല്ലോ, അത് സംഭവം കിലോ ആണ്. കിലോ. 2 എന്ന് പറയുന്നത് കിലോ ആണ്. 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും, 64 ആണ്. 2 64 ആണ്. അപ്പോൾ ഇത് 2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 64 കിലോ. 64 കിലോ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ അത്രയും ലൊക്കേഷൻസ് ഉണ്ടാവും. 64 കിലോ ലൊക്കേഷൻസ് ഉണ്ടാവും. ഇനി അറിയേണ്ടത്, ഹൗ മെനി ഡേറ്റ ക്യാൻ സ്റ്റോർ ഇൻ വൺ മെമ്മറി ലൊക്കേഷൻ? നമ്മൾ ഒരുപാട് മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഡാറ്റ, എത്ര ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റും? എത്ര പറ്റും? നമുക്കിഷ്ടമുള്ള അത്രയും പറ്റുമോ? ഇല്ല. ഓരോ ലൊക്കേഷനും ഓരോ സൈസ് ഉണ്ട്. ഓരോ സൈസ് അല്ല, ഓരോ ലൊക്കേഷനും ഫിക്സ്ഡ് ആയിട്ടുള്ള സൈസ് ഉണ്ട്. അതെത്രയാണെന്നറിയോ? 1 ബൈറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ്. അപ്പോൾ ഒരു മെമ്മറി എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടാവും. പക്ഷെ ഒരു ലൊക്കേഷൻ്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അതെത്രയാണ്? 1 ബൈറ്റ് ആണ്, അല്ലെങ്കിൽ 8 ബിറ്റ് ആണ്. ഓക്കെ ആണല്ലോ? 8 ബിറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട മെമ്മറി 2 ലൊക്കേഷൻസ് ഉള്ള ഈ മെമ്മറീൻ്റെ സൈസ് എങ്ങനെയാണ് പറയുക? എത്രയാണ് ഇതിൻ്റെ സൈസ് എന്ന് എങ്ങനെയാണ് പറയുക? സിമ്പിളായിട്ട് പറയാം. നമ്മൾ പറഞ്ഞു 2 ഇൻറ്റു 2 അത്രയും ലൊക്കേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇൻറ്റു ഒരു ലൊക്കേഷൻ്റെ സൈസ് എത്രയാ? 1 ബൈറ്റ്. എത്രയാണ്? 1 ബൈറ്റ്. അപ്പോൾ ഇതിനെ 64 കിലോ, ഇതെത്രയാ? ബൈറ്റ്. ബൈറ്റ് എന്ന് പറയാം. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ 16 ബിറ്റ് അഡ്രസ് ലൈനുള്ള, അഡ്രസ് ബസ്സുള്ള ഒരു മൈക്രോ പ്രോസസ്സറിന് 64 KB സൈസുള്ള മെമ്മറീനെ അഡ്രസ് ചെയ്യാൻ പറ്റും. കിട്ടിയോ? എന്താ പറഞ്ഞത്? 16 ബിറ്റ് അഡ്രസ് ബസ്സുള്ള ഒരു മൈക്രോ പ്രോസസ്സറിന് ഒരു മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റും. ആ മെമ്മറീൻ്റെ സൈസ് എത്രയായിരിക്കും? ഇതാ 64 KB ആണ്. അതിൽ കൂടുതലുള്ള ഒരു മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇതിൽ കൂടുതലുള്ള ലൊക്കേഷൻസിന് എന്ത് കൊടുക്കാൻ പറ്റില്ല? അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല. പിന്നെയും അഡ്രസ്സ് എന്ത് ചെയ്യേണ്ടി വരും? റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ കാര്യമില്ല. അപ്പോൾ മാക്സിമം എത്ര സൈസുള്ള മെമ്മറീനെ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും? 64 KB മെമ്മറീനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. മനസ്സിലായോ? മനസ്സിലായോ? ഡാറ്റ ബസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അഡ്രസ് ബസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായോ? ഡാറ്റ ബസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ മൈക്രോ പ്രോസസ്സർ അറ്റ് എ ടൈം എത്ര വലിയ ഡാറ്റ, എത്ര സൈസുള്ള ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അഡ്രസ് ലൈൻ കിട്ടിയാലോ? അഡ്രസ് ലൈൻസ് അല്ലെങ്കിൽ അഡ്രസ് ബസ്സിൻ്റെ സൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ മൈക്രോ പ്രോസസ്സറിന് എത്ര സൈസുള്ള മെമ്മറീനെ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ? സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാം അല്ലേ? നോക്കിയേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അഡ്രസ് ബസ്സാണ്.
അഡ്രസ് ബസ്സാണ് ഫസ്റ്റ് കോളത്തിൽ, അഡ്രസ് ബസ്സിൻ്റെ സൈസ്. രണ്ടാമത്തെ കോളത്തിൽ മെമ്മറി സൈസാണ്, മെമ്മറി സൈസാണ്. അപ്പോൾ ഒരു n ബിറ്റ് അഡ്രസ് ബസ്സുള്ള ഒരു മൈക്രോ പ്രോസസ്സറിന് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറീൻ്റെ സൈസ് എത്രയായിരിക്കും? സിമ്പിളായിട്ട് എഴുതാം, 2n ആണ്. 2n ആണ്. ജനറലി നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ 4 ബിറ്റ് ആണെങ്കിലോ 2 ആണ്. 2 ബൈറ്റ്. 2 ബൈറ്റ്. 2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ്. പിന്നെ സൈസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ലൊക്കേഷൻ്റെ സൈസ് കൂട്ടി പറയണം അല്ലേ? അപ്പം അതാണ് ഈ ബൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ബൈറ്റ്. അപ്പോൾ 4 ബിറ്റ് അഡ്രസ് ബസ്സുള്ള ഒരു മൈക്രോ പ്രോസസ്സറിന് 16 ബൈറ്റ് മാക്സിമം അത്രയും സൈസുള്ള ഒരു മെമ്മറീനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. 10 ബിറ്റ് ആണെങ്കിലോ? 10 ബിറ്റ് ആണെങ്കിൽ 2 അതാണ് കിലോ എന്ന് പറഞ്ഞത് അല്ലേ നമ്മൾ? അപ്പോൾ 1 കിലോ ബൈറ്റ് മെമ്മറി സൈസ്. ഓക്കെ. ഇനി 16 ബിറ്റ് ആണെങ്കിലോ? 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, 64 KB ആണ്. 64 KB ആണ്. ഇനി 20 ബിറ്റ് ആണെങ്കിലോ? 20 ബിറ്റ് ആണെങ്കിൽ 2 എങ്ങനെ എഴുതാം? ഇതിനെ 2 ഇൻറ്റു 2 എഴുതാം. സോറി, 2 എഴുതാം. ഓക്കെ. അപ്പോൾ കിലോ ഇൻറ്റു കിലോ ഇതാണെന്ത്? മെഗാബൈറ്റ്. MB എന്നൊക്കെ പറയില്ലേ നമ്മൾ? MB എന്ന് പറയില്ലേ? മെഗാബൈറ്റ്, MB. അപ്പോൾ 2 ആണ് 1 MB എന്ന് പറയുന്നത്. അപ്പോൾ 20 ലൈൻസ്, അഡ്രസ് ലൈൻസ് ഉള്ള ഒരു മൈക്രോ പ്രോസസ്സറിന് 1 MB മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ 8086 മൈക്രോ പ്രോസസ്സർ 20 ബിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ മൈക്രോ പ്രോസസ്സറിന് 86 മൈക്രോ പ്രോസസ്സറിന് മാക്സിമം എത്ര സൈസുള്ള മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റും? 1 MB സൈസുള്ള മെമ്മറീനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി 30 ബിറ്റ് ആണെങ്കിലോ? 30 ബിറ്റ് ആണെങ്കിൽ 2 40 ആണെങ്കിലോ? 2 2 എന്ന് പറയുന്നതാണ് ജിഗാബൈറ്റ്. അപ്പോൾ 1 GB. GB ഒക്കെ കേട്ടിട്ടില്ലേ? അത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പോൾ 1 GB. 2 എന്ന് പറയുന്നത് 1 GB ആണ്. 2 എന്ന് പറയുന്നതോ അതാണ് ടെറാബൈറ്റ്, TB അല്ലേ? 1 TB വലിയ മെമ്മറിയാണ്. ഓക്കെ. അപ്പോൾ 1 TB. ഇന്നുള്ള മൈക്രോ പ്രോസസ്സറൊക്കെ ഏകദേശം അത്രയും എന്തെത്തി? സൈസിലേക്ക് എത്തി അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അഡ്രസ് ബസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? അതിന് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറീൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? എങ്ങനെ ചെയ്യാം? വി ഹാവ് 2 KB മെമ്മറി ചിപ്പ് whose starting address is 000H. Find out the ending address. ഓക്കെ. നമുക്ക് ഒരു 2 KB മെമ്മറി ചിപ്പ് ഉണ്ട്. നമ്മുടെ മെമ്മറീൻ്റെ സൈസ് തന്നിട്ടുണ്ട്, 2 KB ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് തന്നിട്ടുണ്ട് 000H ആണ്. H എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ ആണ്. അപ്പോൾ ഇത് തന്നിട്ടുള്ളത് ഹെക്സാഡെസിമൽ ആയിട്ടാണ്. ഫൈൻഡ് ഔട്ട് എൻഡിങ് അഡ്രസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമ്മൾ എടുക്കുകയാണ് 000H. എൻഡിങ് അഡ്രസ്സ് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കണം? എൻഡിങ് അഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മെമ്മറീൻ്റെ സൈസ്, മെമ്മറിയിൽ എത്ര ലൊക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. അതിവിടെ തന്നിട്ടുണ്ട്, 2 കിലോബൈറ്റ് ആണ് മെമ്മറീൻ്റെ സൈസ്. സോ 2 കിലോ ലൊക്കേഷൻസ് ഉണ്ടാവും. 2 കിലോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 to the power 10 ലൊക്കേഷൻസ്. 2 into 2 to the power 10 ലൊക്കേഷൻസ്. ദാറ്റ് മീൻസ് 2 to the power 11 ലൊക്കേഷൻസ് ഉണ്ട്. 2 to the power 11 ലൊക്കേഷൻസ്.
അങ്ങനെയാണെങ്കിൽ ഇത്രയും ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് എത്ര ബിറ്റ് അഡ്രസ് ബസ് വേണ്ടി വരും? ഇതാ കിടക്കുന്നു അല്ലേ? അതല്ലേ? അപ്പോൾ 11 ബിറ്റ് അഡ്രസ് ബസ് വേണം. അപ്പം നമ്മുടെ അഡ്രസ് ബസ് 11 ബിറ്റ് ആയിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? അഡ്രസ് ബസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പഠിച്ചു? മെമ്മറി ലൊക്കേഷൻ, മെമ്മറീൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി മെമ്മറീൻ്റെ സൈസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അഡ്രസ് ബസ്സിൻ്റെ സൈസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അപ്പം 11 ബിറ്റ് അഡ്രസ് ബസ്സാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 000 ഇത് എത്ര ബിറ്റാ? 4 + 4 + 4 ടോട്ടൽ 12 ബിറ്റാണ്. 12 ബിറ്റാണ്. നമുക്ക് എത്ര മതി? 11 ബിറ്റ് മതി അല്ലേ? 11 ബിറ്റ് മതി. അങ്ങനെ ആവുമ്പോൾ ഈ 11 ബിറ്റ് മാക്സിമം എങ്ങനെ വരും? 1 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 മാക്സിമം അഡ്രസ്സ് ഇത്രയാണ് വരിക 11 ബിറ്റ് ആണെങ്കിൽ അല്ലേ? സ്റ്റാർട്ടിങ്ങോ 0 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 ബൈനറിയിൽ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ എഴുതിയിട്ടുള്ളത്. ഇതിനെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അല്ലേ? ഇത് 0 ആണ്, ഇത് 0 ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതും 0 തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇതെത്രയാ? ഇത് F ആണ്. 1 1 1 1 എന്ന് പറഞ്ഞാൽ F ആണ്. ഇതോ? ഇതും F ആണ്. 1 1 1 1 F ആണ്. ഇതോ? ഇതെത്രയാ? 7 ആണ്. എത്രയാണ്? 7 ആണ് അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 0 0 0 Hഉം എൻഡിങ് അഡ്രസ്സ് 7 F F H. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചെയ്തത് എങ്ങനെയാന്ന് മനസ്സിലായോ? സിമ്പിളായിട്ട് ചെയ്തില്ലേ നമ്മൾ? സിമ്പിൾ അല്ലേ? അതെ, സിമ്പിളാണ്. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇതേ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫൈനലി നമ്മൾ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യം, ഇനി ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ മെമ്മറി ചിപ്പ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് 4 KB. എത്രയാണ്? 4 KB. 4 KB സൈസുള്ള ഒരു മെമ്മറി ചിപ്പ് ഉണ്ട്. ഹൗ മെനി അഡ്രസ് ലൈൻസ് ആർ റിക്വയർഡ് ടു അഡ്രസ് ദ സെയിം? ഇതിനെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ മെമ്മറീനെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര അഡ്രസ് ലൈൻസ് വേണം? അഡ്രസ് ബസ്സിൻ്റെ സൈസ് എത്രയാണെന്നാ ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? അതെ. അപ്പോൾ 4 KB ആണ് നമ്മുടെ മെമ്മറി സൈസ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 4 × 10 2⁻10 എന്ന് എഴുതാം. അത്രയും KB, സോറി, അത്രയും ബൈറ്റ്. ബൈറ്റിനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അതൊരു ലൊക്കേഷൻ്റെ സൈസാണ്. നമുക്ക് കിട്ടേണ്ടത് എത്ര ലൊക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. 2⁻2 എന്ന് ഇതിനെഴുതാം, ഇൻറ്റു 2⁻10 അത്രയും ബൈറ്റ്. ഓക്കെ ആണല്ലോ? ഇനി 2⁻12 എന്ന് എഴുതാം ഇതിനെ, അത്രയും ബൈറ്റ്. 2⁻12 ബൈറ്റ്. ഇതിൽ ഇതെന്താണ് റെപ്രസെൻ്റ് ചെയ്യണത് ആൻഡ് ഇതെന്താണ് റെപ്രസെൻ്റ് ചെയ്യണത്? ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ലൊക്കേഷൻസ് ആണ്. നമ്പർ ഓഫ് ലൊക്കേഷൻസ് ആണ്. ആ മെമ്മറിയിൽ എത്ര ലൊക്കേഷൻ ഉണ്ട് എന്നാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ ഒരു നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ബൈറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? എന്താണ്? സൈസ് ഓഫ് 1 മെമ്മറി ലൊക്കേഷൻ. ഓക്കെ ആണോ? ഇത് ടോട്ടൽ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? സൈസ് ഓഫ് മെമ്മറി. സൈസ് ഓഫ് മെമ്മറി. അപ്പോൾ ഇത്രയും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഇതാ 12
അഡ്രസ് ലൈൻസ് ആവശ്യമായിട്ട് വരും. എത്ര? 12 അഡ്രസ് ലൈൻസ്. അപ്പോൾ ആൻസർ എന്താണ്? 12 അഡ്രസ് ലൈൻ അല്ലെങ്കിൽ 12 ബിറ്റ് അഡ്രസ് ബസ്. കിട്ടിയോ? സിമ്പിൾ അല്ലേ ചോദ്യം? കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.